അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹനിധികളായ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അഡ്മിനികളായ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, അല്ലാഹു തആല ഒരുപാട് കാലം ദീനിന് ഖിദ്മ ചെയ്യാൻ തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ഈ വരുന്ന ഫെബ്രുവരി 12 അടുത്ത ഞായറാഴ്ച 170 പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടക്കുന്ന വിവരം നിങ്ങൾക്കറിയാം. 101 നിങ്ങൾക്കറിയാം. 150 അള്ളാഹുവിനെ തവക്കുലാക്കി അങ്ങ് ഏറ്റെടുത്തു. അതിനുശേഷം വന്ന 20ഓളം പെൺകുട്ടികൾ, അവരുടെയൊക്കെ അതിൽ ധാരാളം യതീമക്കളാണ്. ഉപ്പയില്ലാത്ത 28ഉം 29 വയസ്സെല്ലാം കഴിഞ്ഞ പെൺകുട്ടികൾ. നമ്മൾ തട്ടിയാൽ ഒരു ഉമ്മയോട് 28 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി, ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, യതീമാണ്, അതിന് കല്യാണം ശരിയായപ്പോൾ ഇപ്പോൾ പറ്റില്ല, പ്രയാസാണെന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മയുടെ മുഖപ്പകർച്ച, ആ ഉമ്മയുടെ വിറക്കൽ, അത് നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇത് മുഴുവനും 170 കുടുംബങ്ങളും മഹല്ല് കമ്മിറ്റിയും സംഘകുടുംബങ്ങളുമെല്ലാം അവർ അന്വേഷണം നടത്തി അവർ സാക്ഷിപത്രം തന്നാൽ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ, അല്ലാത്തൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇത് കാശുണ്ടായിട്ടല്ല. 150 ഉള്ളത് പിന്നെ 20 പെട്ടെന്ന് ഏറ്റെടുക്കുമ്പോൾ ചില ആളുകൾക്കങ്ങ് തോന്നി, തമാശക്കൊക്കെ എന്നോട് പറഞ്ഞുപോയി, കാശ് നല്ല ഉണ്ടായിട്ടാണ് ഏറ്റവും. അല്ല, ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ ഖജനാബ് വലുതാണ്. കാശ് പാവങ്ങൾ മോമിനീങ്ങളോട് കൈനീട്ടിയാൽ വീണ്ടും കിട്ടും. പക്ഷേ പുതിയാപ്പിള കൈനീട്ടിയാൽ കിട്ടുന്ന ഒന്നല്ല. ഈ സാധുക്കൾ മുഴുവനും പുതിയാപ്പിള റെഡിയായവരാണ്. പുതിയാപ്പിള റെഡിയായി ഇനിയൊരു ഘട്ടത്തിൽ കൈനീട്ടി ആരെങ്കിലും സഹായിച്ച് ഈ പാവങ്ങളെ കെട്ടിക്കണമെന്ന് വിചാരിച്ചാലന്ന് പുതിയാപ്പിള റെഡിയായിക്കൊള്ളണമെന്നില്ല. അതിൽ വലിയൊരു വേദന ഈ വിഷയത്തിൽ 2 വർഷം മുമ്പ് അല്പം കുടുംബങ്ങളെ മാറ്റിവെച്ചത് കൊണ്ട് അതിൻ്റെ വേദന ഇന്നും നികത്താൻ കഴിയാത്തതാണ്. ആ വേദന ഇന്നും മനസ്സ് പൊട്ടിക്കുന്നതാണ്. കാരണം അന്ന് മാറ്റിവെച്ചു കാശില്ലാത്തതിൻ്റെ പേരിൽ. പക്ഷേ ഇന്ന് നമ്മൾ അവരെ കൂട്ടിയാൽ, അവരെ കല്യാണം കഴിച്ചു വിടാൻ പരിശ്രമിച്ചാലും ഒരു പുതിയാപ്പിള ഒക്കാത്തൊരവസ്ഥ. അങ്ങനെ കുറേ ഉണ്ട്. പ്രിയപ്പെട്ട എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അഡ്മിനികളായ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലും 200ഉം 250 പേരൊക്കെയുള്ള 256 വരെയുള്ള ആളുകളുണ്ട്, എനിക്കറിയാം. ആ ഗ്രൂപ്പുകളിൽ അൽഹംദുലില്ലാഹ് ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിനികൾ എന്നോട് 5 കുട്ടികളെ ഏറ്റിട്ടുണ്ട്, കല്യാണം കഴിച്ചുകൂടെ, അല്ലാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. വേറെ ഗ്രൂപ്പിലെ സഹോദരൻ അവരുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് 2 കുട്ടികളെ, വേറെ ചില ആളുകളെ കഴിവിൻ്റെ പരമാവധി, അങ്ങനെ ഒരു 11ഓളം ഗ്രൂപ്പുകൾ ഞങ്ങളെ കൊണ്ട് കഴിയും വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ധാരാളം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. 250 പേരൊക്കെയുള്ള ഗ്രൂപ്പുകളിൽ 1000 വീതം ഒന്ന് നിരക്ക് നൽകിയാൽ എന്തായാലും ഒരു കുട്ടിയെങ്കിലും 1.5 ലക്ഷം വേണം ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു വിടാൻ. 1 ലക്ഷമെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്നുണ്ടാക്കാൻ പരിശ്രമിച്ചാൽ വളരെ എളുപ്പമാണ്. 170 കുടുംബങ്ങളായതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി അങ്ങ് ഓർമ്മപ്പെടുത്തുന്നു. എത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ആ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം നയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളാൽ കഴിയുന്ന ഒരു അധ്വാനം, ഒരു പ്രചരണം, ഒരു പരിശ്രമം നടത്തിയാൽ ഈ 170 കുടുംബങ്ങളെ നമുക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. പടച്ച അർഹമുറാഹിമീനായ റബ്ബ് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഞാൻ ദുആ ചെയ്യുകയാണ്. സാധുക്കളെ കൊണ്ട് അകമടിഞ്ഞ് ദുആ ചെയ്യിപ്പിക്കും ഇൻഷാ അല്ലാഹ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ നാവ് കൊണ്ട്, നിങ്ങളുടെ എഴുത്ത് കൈവിരൽ കൊണ്ട് ഒരു ചെറിയ പ്രചരണം നടത്തി ഒരു കുട്ടിയെങ്കിലും, ധാരാളം ഗ്രൂപ്പുകളുള്ള സഹോദരങ്ങൾ എന്നോട് വിഷയം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലെയും മുഹിബ്ബീങ്ങളായ ദീനീ സ്നേഹികളായ ജ്യേഷ്ഠാനുജന്മാർ, വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ്. 170 കുടുംബങ്ങളെ നമുക്ക് നിറക്കി വിടാം. എല്ലാവരും ഒരു ചെറിയ പരിശ്രമം നടത്തിയാൽ, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു വിരൽത്തുമ്പ് കൊണ്ടോ നാവ് കൊണ്ടോയുള്ള ഒരു പരിശ്രമം, ഒരു സഹായം നിങ്ങൾ ചെയ്ത് ഒരു കുട്ടിയെങ്കിലും കല്യാണം കഴിച്ചു വിടാനുള്ള ഒരു സംവിധാനം
ജ്യേഷ്ഠാനുജന്മാരെ നിങ്ങൾ ഉണ്ടാക്കിത്തരണമെന്ന് ഞാൻ ഓരോ ഗ്രൂപ്പുകളിലെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലെയും അഡ്മിനികളായ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇത് ആഖിറത്തിലേക്കുള്ള ഒരു ബന്ധം എന്ന നിലക്ക് സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ളത് ഈ സാധുക്കളെ കൊണ്ടുള്ള അകമൊടിഞ്ഞ ദുആ, മനസ്സുനൊന്ത ദുആ, കണ്ണീരൊടുക്കിയ ദുആ, അത് നിങ്ങൾക്ക് തിരിച്ചു നൽകും. അത് ഇൻഷാ അല്ലാഹ് അമാനത്തായി ഏറ്റെടുത്തുകൊണ്ട് പാവങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. ഉസ്താദുമാരെ കൊണ്ട് സാദാത്തുക്കളെ കൊണ്ട് നിങ്ങൾക്കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുമെന്ന് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.